നമസ്കാരം. അപ്പോൾ KS എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞ് തുടങ്ങിയ മുതൽ അല്ലെങ്കിൽ അത്തരം ഒരു വാർത്ത വന്ന മുതൽ ഒരുപാട് കോൾസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വരുന്നുണ്ട്. KS എക്സാമിനെ കുറിച്ച്, അതിലെ ഏജ് ലിമിറ്റുകളെക്കുറിച്ച്, കഴിഞ്ഞ എക്സാമിനെ കുറിച്ചുള്ളൊരു ധാരണ കിട്ടുന്നൊരു വീഡിയോ ചെയ്യണം, അങ്ങനെ തുടങ്ങി ഒരുപാട് ആവശ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം സംസാരിക്കുന്ന അല്ലെങ്കിൽ അതിലപ്പുറം ഈ എക്സാമിന് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് വരെ സംസാരിക്കുന്ന ഒരു വെബിനാർ ഈ ഞായറാഴ്ച KS മെൻറ്റർ ചാനൽ അല്ലെങ്കിൽ KS മെൻറ്റർ പ്ലാറ്റ്ഫോമിൽ നടക്കുന്നുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ കൂട്ടത്തിലുണ്ടാവും, നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആ ഒരു വെബിനാർ കാണുന്നതിന് മുമ്പ് അല്ലെങ്കിൽ KS എക്സാം പ്രിപ്പയർ ചെയ്യാൻ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും നിർബന്ധമായും കാണേണ്ട ഒന്നാണ്. കാരണം കഴിഞ്ഞ ഒരു KS എക്സാമിനെ കുറിച്ചുള്ള മുഴുവൻ ഐഡിയയും ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ തരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, സോ KS അല്ലെങ്കിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നുള്ളത് 2019-20 വരുന്ന സമയത്ത് പുതിയൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു കേരളത്തിലോട്ട്. കാരണം വേറെ പല സ്റ്റേറ്റുകളിലും ഇത്തരം ഒരു സ്വന്തമായിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉണ്ടെങ്കിലും കേരളത്തിൽ ഇപ്പോഴും പ്രധാനപ്പെട്ട പൊസിഷൻസ് എല്ലാം IAS അല്ലെങ്കിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലോട്ട് വരുന്ന UPSC കണ്ടക്ട് ചെയ്യുന്ന എക്സാം വഴി വരുന്നവരായിരുന്നു. അവിടെയാണ് കേരളം സ്വന്തമായിട്ടൊരു അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് തുടങ്ങാൻ തീരുമാനിക്കുകയും അങ്ങനെ ഒരു സർവീസ് കേരളത്തിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇങ്ങനൊരു സർവീസ് വരുമ്പോൾ തന്നെ ഒരു സെക്കൻഡ് ലൈൻ ഓഫ് മാനേജീരിയൽ ടാലൻറ്റ് നമ്മുടെ ഗവൺമെൻറ്റിലോട്ട് കൊണ്ടുവരാനും അതുവഴി ഒരു കമ്മിറ്റഡ് ആയുള്ള ഗവൺമെൻറ് സർവീസ് പൊസിഷൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്റ്റേറ്റ് ഓഫ് സർവീസ് കൂടെ കേരളത്തിലോട്ട് കൊണ്ടുവരാനാണ് ഉദ്ദേശിച്ചത്. അത് മാത്രമല്ല, നിങ്ങൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് എടുത്ത് വായിക്കുമ്പോൾ മൂന്നാമതൊരു ഒബ്ജക്റ്റീവ് കാണാം: ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ഫീഡർ കാറ്റഗറി ഓഫ് റിക്രൂട്ട്മെൻറ്റ് ടു ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസേഴ്സ് ഇൻ കേരള cadre through appointment by promotion from state civil service category, superseding the existing rules in this regard. അപ്പോൾ നിങ്ങൾ പലരും KS എക്സാം എഴുതുന്ന ആൾക്കാരുടെ ഒരു നിലവിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു മോഹം ഇത് തന്നെയായിരിക്കും: IASലോട്ട് നേരിട്ട് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലോട്ടൊരു എൻട്രിയും ഇതുവഴി ഉദ്ദേശിക്കുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവുകളിൽ ഒന്നിൽ തന്നെ പറയുന്നത്. അപ്പോൾ ബാക്കി നേരിട്ട് UPSC എക്സാം അല്ലാതെ തന്നെ അത്തരത്തിലൊരു സെൻട്രൽ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസിലോട്ടുള്ള എൻട്രിയും ഈ ഒരു എക്സാം വഴി സാധ്യമാകുന്നു എന്ന് KS നിർമ്മിക്കുന്ന അല്ലെങ്കിൽ KS എന്നൊരു പോസ്റ്റ് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ സർക്കാർ വിലയിരുത്തിയിട്ടുള്ള അല്ലെങ്കിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കേരള ഗവൺമെൻറ് തന്നെയാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേരള PSC അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് എക്സാമിനേഷൻ കണ്ടക്റ്റിംഗ് ബോഡിയായ കേരള PSC നടത്തുന്ന എക്സാമിനേഷനാണ് KS എക്സാം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 3 സ്ട്രീമുകളായിട്ട് പരീക്ഷ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്ന കാൻഡിഡേറ്റ്സ് 3 തരത്തിലുള്ള ആൾക്കാരുണ്ട്: സ്ട്രീം 1, സ്ട്രീം 2, സ്ട്രീം 3. ഇത് മൂന്നും എന്താണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് കണക്കാക്കാം. അന്ന് 3 കാറ്റഗറി നമ്പറിൽ നടന്ന എക്സാമിനേഷൻ ആയിട്ടാണ് KS എക്സാം നടന്നത്. സോ അതായത് ഇത്തവണയും എക്സാം നടക്കുന്ന സമയത്ത് ഈ 3 കാറ്റഗറിയും സ്ട്രീം 1, സ്ട്രീം 2, സ്ട്രീം 3 ഉണ്ടാവും. എന്താണ് സ്ട്രീം 1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വഴി, അതായത് നിലവിൽ ഗവൺമെൻറ് സർവീസിലില്ലാത്ത അല്ലെങ്കിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാത്ത ഒരു സാധാരണ നിങ്ങളൊരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പോലെ എല്ലാം പരീക്ഷ എഴുതുന്ന രീതിയിലുള്ള കാൻഡിഡേറ്റ് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ആസ്പിരൻസ് ഉൾപ്പെടുന്ന ഒരു ഒരു കാൻഡിഡേറ്റ്സ് ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ വിളിക്കുന്ന അല്ലെങ്കിൽ അവരിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നതാണ് സ്ട്രീം 1 ആൾക്കാർ. സ്ട്രീം 2 എന്താ? ബൈ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഫ്രം ഫുൾ മെമ്പേഴ്സ് ഓർ അപ്രൂവ്ഡ് പ്രൊബേഷനേഴ്സ് ഇൻ എനി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്. ഏത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത ആൾക്കാരിൽ അല്ലെങ്കിൽ അവർക്ക് എഴുതാൻ പറ്റുന്ന സ്ട്രീമാണ് സ്ട്രീം 2. എന്താണ് സ്ട്രീം 3? ബൈ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഫ്രം എമംഗ് കാൻഡിഡേറ്റ് ഹോൾഡിംഗ് ഫസ്റ്റ് ഗസറ്റഡ് പോസ്റ്റ് ഓർ എബോവ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ദി ഷെഡ്യൂൾ 1 ഓർ ഇക്വാലന്റ് പോസ്റ്റ് ഇൻ ദി കോമൺ കാറ്റഗറീസ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെ അകത്ത് തന്നെ അല്ലെങ്കിൽ KS റൂൾസിൻ്റെ അകത്ത് തന്നെ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അകത്ത് അവിടെ ഫസ്റ്റ് ഗസറ്റഡ് പോസ്റ്റോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഇരിക്കുന്ന ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു സ്ട്രീം 3 എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയിരിക്കും, 3 സ്ട്രീമുകളുണ്ട്. ഒന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ നിന്ന് വരുന്ന സമയത്ത്, ബാക്കി 2 പേരും ഗവൺമെൻറ് അകത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ. അവിടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ പ്രൊബേഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം? സ്ട്രീം 2 എഴുതാം. ഫസ്റ്റ് ഗസറ്റഡ് പോസ്റ്റോ അതിന് മുകളിലോ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്ട്രീം 3 എഴുതാം. ഓക്കെ, ഇനി വേറെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതുമായിട്ട് ബന്ധപ്പെട്ട് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഈ 3 സ്ട്രീമുകൾക്കും. അപ്പോൾ പ്രിലിമിനറി, മെയിൻസ്, അതുപോലെ തന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റ്, ഇതിൽ 3 കട്ട് ഓഫ് ഉള്ള, അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 3 കട്ട് ഓഫ് ഉള്ള 3 തരത്തിൽ ഓഫ് എക്സാം നടക്കുന്ന അല്ലെങ്കിൽ 3 തരത്തിൽ കോമ്പറ്റീഷൻ നടക്കുന്ന സ്ട്രീമുകളാണ്
ഈ 3 സ്ട്രീമുകൾ എന്ന് മനസ്സിലാക്കുക. ആൻഡ് ഇതിന് 3ൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താ? ഇതാണ് കുറച്ച് പിള്ളേർ ഡൗട്ടായിട്ട് പറഞ്ഞത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഏത് സ്ട്രീമിൽ പരീക്ഷ എഴുതുന്ന ആൾക്കാരായിക്കോട്ടെ, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് UGC അപ്രൂവ്ഡ് ആയ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ആയ ഏതെങ്കിലും ഒരു കോളേജിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ബാച്ചിലർ ഡിഗ്രി എന്നുള്ളതാണ് ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. പിന്നെ വന്ന പ്രധാനപ്പെട്ട ഒരു ഡൗട്ടായിരുന്നു ഏജ് ലിമിറ്റ് എന്താണ് എന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാം, 3 കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് 3 തരം ഏജ് ലിമിറ്റാണ്. സ്ട്രീം 1ന് 21 മുതൽ 32 വരെയാണ് ഏജ് ലിമിറ്റ്. ഞാൻ വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ട്, വീഡിയോ കാണുന്ന സമയത്ത് പോസ് ചെയ്തുകൊണ്ടൊന്ന് നോക്കുക. കാരണം ഈ വർഷം മാസം സ്പെസിഫൈ ചെയ്തുകൊണ്ട് കുറേ പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ട് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ്റെ അകത്തുള്ള ഡേറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്, വായിച്ച് നോക്കുക. സ്ട്രീം 2 21 മുതൽ 40 വയസ്സ് വരെ എന്നുള്ളതായിരുന്നു ഏജ് ലിമിറ്റ്. സ്ട്രീം 3 എന്നുള്ളത് മസ്റ്റ് നോട്ട് ഹാവ് കംപ്ലീറ്റഡ് 50 ഇയേഴ്സ് അല്ലെങ്കിൽ 50 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യരുത് എന്നുള്ളതായിരുന്നു സ്ട്രീം 3 എന്നുള്ളത്. അപ്പോൾ 3 കാറ്റഗറി ഓഫ് ആൾക്കാരെയും ഏജ് ലിമിറ്റിനെ കുറിച്ചുള്ള ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണും. അടുത്ത സ്വാഭാവികമായിട്ടുള്ള ഡൗട്ട് ഏജ് റിലാക്സേഷനെ കുറിച്ചുള്ളതാണ്. ഏജ് റിലാക്സേഷൻ നോട്ടിഫിക്കേഷൻ്റെ അകത്ത് പറഞ്ഞിരുന്ന കാറ്റഗറി ഒന്ന് ഷെഡ്യൂൾഡ് കാസ്റ്റുകൾക്കും ഷെഡ്യൂൾഡ് ട്രൈബുകൾക്കും ഞാൻ നേരത്തെ പറഞ്ഞ മാക്സിമം ഏജ് ലിമിറ്റിൽ നിന്ന് 5 കൊല്ലം ഏജ് റിലാക്സേഷൻ കിട്ടും. അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് അല്ലെങ്കിൽ OBC കാറ്റഗറി ആൾക്കാർക്ക് 3 കൊല്ലം ഏജ് ലിമിറ്റ് കിട്ടും. ആൻഡ് ഡിഫറൻഷ്യലി എബിൾഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ വിഷൻ, ഹിയറിംഗ്, സ്പീച്ച് പോലെയുള്ള ഡിഫറൻഷ്യലി എബിൾഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 15 കൊല്ലത്തോളം ഏജ് ലിമിറ്റ് കിട്ടും. ആൻഡ് ഓർത്തോപീഡിക്കലി ഡിഫറൻഷ്യലി ഏബിൾഡ് കാറ്റഗറി ആണെങ്കിലോ ഇത് 10 വർഷമാണ് ഏജ് റിലാക്സേഷൻ എന്നുള്ളത്. ആൻഡ് എക്സ് സർവീസ് മെൻ ആണെങ്കിൽ മാക്സിമം 5 കൊല്ലം വരെ ഏജ് റിലാക്സേഷൻ തരാം. വിഡോസിനും മാക്സിമം 5 കൊല്ലം വരെ ഏജ് ലിമിറ്റ് അല്ലെങ്കിൽ ഏജ് റിലാക്സേഷൻ തരാം. പക്ഷേ ഏത് ഏജ് റിലാക്സേഷൻ ആണെങ്കിലും അതിനൊരു അപ്പർ ലിമിറ്റ്, ഒരു അപ്പർ ഫ്ലോർ ലിമിറ്റ് കേസ് അല്ലെങ്കിൽ PSC കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് 50 വയസ്സ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ സ്ട്രീം 3 കാറ്റഗറി ആൾക്കാർക്ക് എഴുതാവുന്ന മാക്സിമം ഏജ് ലിമിറ്റ് എന്നുള്ളതാണ്. ആഫ്റ്റർ ഏജ് റിലാക്സേഷൻ ആണെങ്കിൽ പോലും മാക്സിമം ഏജ് ലിമിറ്റ് എന്നുള്ളത്. ഓക്കെ, ഹോപ്പ് ആ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നുള്ളത്. ഇനി നിങ്ങൾ അറിയേണ്ട കാര്യം, എന്തായിരുന്നു എക്സാമിനേഷൻ സ്കീം, എങ്ങനെയൊക്കെയായിരുന്നു എക്സാം നടന്നിരുന്നത്? അന്ന് കേസ് എക്സാം വരുന്നതിന് മുമ്പ് തന്നെ PSC ഡിക്ലെയർ ചെയ്തിരുന്ന കാര്യമായിരുന്നു, എന്താണോ UPSC പാറ്റേൺ ഓഫ് എക്സാം, എന്താണോ അതിൻ്റെ ഒരു റിഗറസ് മോഡ്, അതുപോലെ തന്നെ ആയിരിക്കും KS എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക. സോ ഇത്തവണ അങ്ങനെ തന്നെ ആകാൻ തന്നെയാണ് ഒരു 100% സാധ്യത. ബാക്കി നമുക്ക് കണ്ടറിയണം, അത് മാറ്റാനുള്ള ഒരു സാധ്യതയും നിലവിൽ കാണുന്നില്ല. സോ അതുകൊണ്ട് ഈ ഒരു ഭാഗം കുറച്ച് സൂക്ഷിച്ച് ഇരിക്കുക, നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ. 3 ഫേസസ് ആയിട്ടാണ് എക്സാം നടന്നത്. നിങ്ങൾ UPSC എക്സാമിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്കറിയാം, 3 സ്റ്റേജസ് ഉണ്ട്. പ്രിലിമിനറി എക്സാം, മെയിൻസ്, റിട്ടേൺ എക്സാം, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ സ്റ്റേജ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നുള്ളത്. സോ പ്രിലിമിനറി എക്സാമിൽ പ്രധാനമായിട്ടും പേപ്പർ 1, പേപ്പർ 2 ആൻഡ് അതുപോലെ തന്നെ പേപ്പർ 2ൻ്റെ അകത്ത് തന്നെ ഒരു പേപ്പർ 1, പേപ്പർ 2 ഇങ്ങനെയാണ് എക്സാമിനേഷൻ നടന്നത്. അതായത് പ്രിലിമിനറി എക്സാമിൽ ടോട്ടൽ പേപ്പർ 1ൽ 100 മാർക്ക്, അവിടെ ഞാൻ സിലബസ് എടുത്ത് കാണിച്ചു തരാം. ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് രീതിയിൽ നടന്ന 90 മിനിറ്റ് സമയപരിധി. ഇന്നത്തെ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ലെവൽ എക്സാമിൻ മെയിൻസിൽ നിങ്ങൾക്ക് കിട്ടുന്ന സമയമുണ്ടല്ലോ, ആ ഒരു സമയത്തിൽ നടന്ന ഒരു എക്സാം ആയിരുന്നു പേപ്പർ 1 എന്നുള്ളത്. പേപ്പർ 2 90 മിനിറ്റ് തന്നെയായിരുന്നു. പക്ഷെ അതിൻ്റെ അകത്ത് 50, 30, 20 എന്ന രീതിയിൽ മാർക്ക് സ്പ്ലിറ്റ് ഉണ്ട്. അതിൽ 50 മാർക്ക് മൾട്ടിപ്പിൾ ചോയ്സ് അഥവാ GS തന്നെയായിരുന്നു. മുമ്പ് GS, അപ്പോൾ 2 GS നിങ്ങൾ കണ്ടു. പേപ്പർ 1 GS ഉണ്ട്, പേപ്പർ 2ൻ്റെ അകത്തെ പാർട്ട് 1 ഒരു GS ഉണ്ട് അല്ലേ. അത് രണ്ടും GS സബ്ജക്റ്റുകൾ തന്നെയാണ്. നിങ്ങൾ ഇപ്പോൾ ഇതുവരെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് പഠിക്കുന്ന അതേ സബ്ജക്റ്റുകൾ തന്നെയാണ്. എന്നാൽ UPSC ഇൻഫ്ലുവൻസ് കടന്നു വരുന്ന ചില ഭാഗങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ അതൊരു 50 മാർക്ക്. പിന്നെ 30 മാർക്കിനും 20 മാർക്കിനുമായിട്ട് ഇംഗ്ലീഷും മലയാളവും. അവിടെ 30 മാർക്കിനാണ് റീജിയണൽ ലാംഗ്വേജ് എന്നുള്ളതും 20 മാർക്കിനാണ് ഇംഗ്ലീഷ് എന്നുള്ള ഭാഗം കൂടെ മനസ്സിലാക്കുക. അങ്ങനെ 50 മാർക്കിന് ഇംഗ്ലീഷും മലയാളവും തന്നെ പേപ്പർ 2ൻ്റെ അകത്തുണ്ട്. ഇങ്ങനെ മൊത്തം 100, 100, 200 മാർക്കിനാണ് പ്രിലിമിനറി എക്സാം. അത് രണ്ടിനും 2 പേപ്പറുകളായിട്ട് 90 മിനിറ്റുകൾ കിട്ടും. ഓക്കെ, ദെൻ മെയിൻസ് എക്സാം, പ്രിലിമിനറി എക്സാം നടന്നാൽ ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ഞാൻ പറയും. അത് കഴിഞ്ഞ് അത് പാസ്സായി പോയവർക്ക് മെയിൻസ് എക്സാമിനേഷൻ ഉണ്ടായിരുന്നു, ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു. ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ 3 പേപ്പറുകൾ, അതായത് മൊത്തം 300 മാർക്കിനാണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ നടന്നത്. പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 മൂന്നും ഇംഗ്ലീഷിലും മലയാളത്തിലും മീഡിയം അവൈലബിൾ ആയിരുന്നു. അത് രണ്ടിലും നിങ്ങൾക്ക് എഴുതാം. ഓരോ പേപ്പറിനും 2 മണിക്കൂർ വെച്ച് മൊത്തം 6 മണിക്കൂറാണ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് വരിക. ഇനി ഇതും കടന്നു കഴിഞ്ഞ് നിങ്ങൾ ഇൻ്റർവ്യൂവിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ 50 മാർക്കിനായിരുന്നു ഇൻ്റർവ്യൂ സ്കോർ എന്ന് പറയുന്നത്. ആൻഡ് പ്രിലിമിനറി എക്സാമിനേഷൻ്റെ മാർക്ക് മെയിൻസിന് മാത്രം ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യൂ. UPSC എക്സാം മുമ്പ് എഴുതിയിട്ടുള്ള ആൾക്കാർക്കറിയാം,
അത് മെയിൻസിനുള്ള ക്വാളിഫിക്കേഷൻ എന്നതിനപ്പുറം ആ മാർക്കിന് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല. ആൻഡ് ദെൻ സെക്കൻഡ് നോട്ട് ചെയ്യേണ്ട കാര്യം, മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലാണ് തരിക എന്നുണ്ടെങ്കിലും ആൻസർ എന്ത് ചെയ്യാം, ഇംഗ്ലീഷിലും എഴുതാം, ഒഫീഷ്യൽ ലാംഗ്വേജ് അഥവാ മലയാളത്തിലും ആൻസർ എഴുതാനുള്ള അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇത്തവണയും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ്. ഇതും കുറേ കുട്ടികൾ ഡൗട്ടായി ചോദിച്ചിരുന്നു, ഡിസ്ക്രിപ്റ്റീവ് മലയാളത്തിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളത്. നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് സിലബസ് കാണാം. ഈ പ്രിലിമിനറി സിലബസ് എന്തായിരുന്നു, മെയിൻസിൻ്റെ സിലബസ് എന്തായിരുന്നു, അതെങ്ങനെയായിരിക്കും ഇനി മാറാനുള്ള ചാൻസുകൾ ഉണ്ടാവുക. ഓക്കെ, അത് നമുക്കൊന്ന് കാണാം. അപ്പോൾ സിലബസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ പ്രിലിമിനറി എക്സാം, മെയിൻസ് എക്സാം രണ്ടിൻ്റെ സിലബസ് നമുക്ക് കാണേണ്ടതുണ്ട്. പ്രിലിമിനറി എക്സാമിൽ ഡീറ്റെയിൽഡ് സിലബസ് നമ്മൾ എടുക്കുന്ന സമയത്ത് പേപ്പർ 1ൻ്റെ അകത്ത് GS1 എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത് ഒന്ന് ഹിസ്റ്ററിയാണ്. നിങ്ങൾ ഡിഗ്രി തല എക്സാമുകൾ സ്ഥിരമായി എഴുതുന്ന ആൾക്കാരാണ്, നിങ്ങൾക്കറിയാം ഹിസ്റ്ററി അകത്ത് എപ്പോഴും പഠിക്കാൻ നിങ്ങൾക്ക് പറയൽ മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, വേൾഡ് ഹിസ്റ്ററി ആൻഡ് അതുപോലെ തന്നെ കേരള ഹിസ്റ്ററി. ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങൾക്ക് പ്രിലിമിനറി എക്സാമിന് ഉണ്ടാവും. മെയിൻസ് എക്സാം വരുന്ന സമയത്ത് ആ മീഡിയയിൽ എടുത്ത് കളയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ KS എക്സാമിന് പഠിക്കുന്ന സമയത്ത് ഹിസ്റ്ററി അകത്ത് നിങ്ങൾ ഇന്ത്യ ആൻഡ് കേരള എന്നുള്ള ഭാഗത്ത് നിങ്ങൾ പഠിക്കേണ്ടത് ഒന്ന് ആൻഷ്യൻ്റ് ഇന്ത്യയും മീഡിയവൽ ഇന്ത്യയാണ്. അതായത് ആൻഷ്യൻ കാലഘട്ടം മുതലുള്ള അത് നമ്മുടെ മിഡീവൽ കാലഘട്ടം എൻഡ് ചെയ്യുന്നവരെ, മുകൾ എൻഡ് ചെയ്യുന്നവരെയുള്ള കാലം നിങ്ങൾ പഠിക്കേണ്ടി വരും എന്ന് ആദ്യം മനസ്സിലാക്കുക. ദെൻ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ സിലബസ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു 18th സെഞ്ചുറി മുതൽ ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആവുന്നവരെ ആൻഡ് അതിൻ്റെ അപ്പുറത്തോട്ട് ഇൻഡിപെൻഡൻസ് ശേഷം പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോളിഡേഷൻ എന്നുള്ള ആ ഒരു ഭാഗം കൂടെ സിലബസിൻ്റെ അകത്തോട്ട് വരും. അപ്പോൾ അതായത് നമ്മുടെ ഗവൺമെൻറ്റുകൾ, അതിനുശേഷം നമ്മളെ നെയ്ബർഹുഡായിട്ട് വന്നുള്ള റിലേഷൻ, അപ്പോൾ ഈ ഒരു ഭാഗമെല്ലാം നിങ്ങൾ പൊളിറ്റിയുടെ അകത്ത് പഠിക്കാൻ പോകുന്ന IR-ആയിട്ടും ബന്ധമുണ്ട്. സോ അത് ഒരുമിച്ച് പഠിക്കാവുന്നതാണ്. ഓക്കെ, ദെൻ കേരള ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ 18th സെഞ്ചുറി മുതൽ ഉള്ള ഇന്ന് വരെയുള്ള കേരളത്തിൻ്റെ ഹിസ്റ്ററി അവിടെ നിങ്ങൾ പഠിക്കണം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഞാൻ സിലബസിൻ്റെ ഉള്ളിലോട്ട് വല്ലാതെ കിടക്കുന്നില്ല, അത് സെപ്പറേറ്റ് വീഡിയോകളായിട്ട് നിങ്ങൾക്ക് തരാം. ഓക്കെ, ദെൻ വേൾഡ് ഹിസ്റ്ററിയുടെ അകത്തും 18th സെഞ്ചുറി മുതലുള്ള വേൾഡ് ഹിസ്റ്ററി നിങ്ങൾ പഠിക്കണം. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ മുതൽ ആൻഡ് കമ്മ്യൂണിസം, ക്യാപിറ്റലിസം പോലെ ആ ഒരു പോസ്റ്റ് മോഡേൺ സൊസൈറ്റിയിൽ സംഭവിച്ച മാറ്റം വരെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ദെൻ അടുത്ത സിലബസിൽ നിങ്ങൾ പൊതുവെ മുമ്പ് ഡിഗ്രി തല ക്രൗഡ് കാണാതിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്തൊരു കാര്യം ഇതായിരിക്കും, കേരളത്തിൻ്റെ കൾച്ചറൽ ഹെറിറ്റേജ്. ആർട്ട് ആൻഡ് കൾച്ചർ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ കൾച്ചർ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കേരള ആർട്ട് ഫോമിനെയും ലിറ്ററേച്ചറിനെയും ഒക്കെ നിങ്ങളൊരു കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നുണ്ട്. കാരണം ഇത് നിങ്ങളുടെ മെയിൻസിലോട്ടോടെ കടക്കുമ്പോൾ ആവശ്യം വരുന്നതാണ്. ഓക്കെ, ഹിസ്റ്ററി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡി പാർട്ടിൽ നിങ്ങൾ പഠിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവേണൻസ്, സോഷ്യൽ ജസ്റ്റിസ്, IR. ഏകദേശം UPSCയുടെ GS2 ആയിട്ട് കമ്പയർ ചെയ്യാവുന്ന ഒരു സിലബസ് നിങ്ങൾക്ക് ഇവിടെ ഡി പാർട്ടിൽ കാണാം. അവിടെ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗങ്ങൾ പഠിക്കണം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കണം, പബ്ലിക് പോളിസി, ഗവേണൻസ് പോലെയുള്ള കാര്യങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആക്റ്റുകൾ പഠിക്കണം. ഇവൻ ഇമ്പോർട്ടൻ്റ് ആക്ട് ഏതാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുമില്ല, പക്ഷെ നമുക്കറിയാം ബൈ റിസർച്ച് എന്തൊക്കെയാണ് അതിൻ്റെ അടിയിൽ വരുന്നത് എന്നുള്ളത്. ആൻഡ് അതിൻ്റെ അപ്പുറത്തോട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ പോലെ അല്ലെങ്കിൽ ലാൻഡ് റവന്യൂ ലോ പോലെയുള്ള ബാക്കി ഗവേണൻസ് ഭാഗങ്ങളൂടെ പഠിക്കണം. പിന്നെ ഒരു എക്സ്ട്രാ ഭാഗം നിങ്ങൾ പഠിക്കേണ്ടത്, പൊതുവേ നിങ്ങൾ ഡിഗ്രി തല ക്രൗഡ് പഠിക്കേണ്ടി വരാതിരുന്ന ഒരു IR-ൻ്റെ ഭാഗം കൂടെ പഠിക്കണം. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രീറ്റീസ്, ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബർഹുഡ്, ഇന്ത്യയും ബാക്കി രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, ബാക്കി രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരു ഇൻ്റർനാഷണൽ റിലേഷനിലെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൂടെ നിങ്ങളവിടെ പഠിക്കേണ്ടി വരും. ഈ ഭാഗത്ത് നിങ്ങൾ പഠിക്കേണ്ടത് റീസണിങ്ങും മെൻ്റൽ എബിലിറ്റിയും സിമ്പിൾ അരിത്തമെറ്റിക്കും, ഇപ്പോൾ നിങ്ങൾ ബാക്കി എക്സാമുകൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും തന്നെ, അത് വേറെ പേരിൽ നിങ്ങൾക്ക് അവിടെ കാണാം. ദെൻ F ഭാഗത്ത് നിങ്ങൾ പഠിക്കുന്നത് ജിയോഗ്രഫിയാണ്. അവിടെയും ജനറൽ ജോഗ്രഫി എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ഇപ്പോൾ ഫിസിക്കൽ ജോഗ്രഫിയുടെ അകത്ത് പഠിക്കുന്ന ഭാഗങ്ങൾ പഠിക്കണം. ദെൻ അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും, ലൈക്ക് സോഷ്യൽ ജോഗ്രഫി അല്ലെങ്കിൽ എക്കണോമിക് ജോഗ്രഫി, ഹ്യൂമൻ ജോഗ്രഫി. ഇതിൻ്റെയൊക്കെ ചില ആസ്പെക്റ്റുകളൂടെ ഇവിടെ കടന്നു വരുന്നുണ്ട്. KSൻ്റെ പ്രിലിമിനറി എക്സാമിൻ്റെ ഭാഗത്ത് കടന്നു വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ പേപ്പർ 2ൻ്റെ അകത്തും GS ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അവിടെ GS2ൻ്റെ ഭാഗത്ത് നിങ്ങൾ പഠിക്കേണ്ടത് എക്കണോമി ആൻഡ് പ്ലാനിങ്. അതായത് നിങ്ങൾ പ്രിലിംസിനും മെയിൻസിനും ഒക്കെ മുമ്പ് പഠിച്ചിരുന്ന എക്കണോമിയുടെ ഒരു കൂട്ടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിൻ്റെ ഭാഗത്ത് എക്കണോമി ആൻഡ് പ്ലാനിങ്ങിനകത്ത് നിങ്ങൾ ഇന്ത്യൻ എക്കണോമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് മുതൽ, ഇൻഡിപെൻഡൻ്റ് ആവുന്ന ഇന്ത്യൻ എക്കണോമി മുതൽ പിന്നീട് നമ്മൾ വന്ന ഇന്ത്യയിൽ നടന്ന എക്കണോമി പ്ലാനിങ്, അവസാനത്തെ നീതി ആയോഗ്, അതെല്ലാം പഠിക്കണം. അഗ്രികൾച്ചർ സെക്ടറിൽ വന്ന മാറ്റങ്ങൾ, ലാൻഡ് റീഫോം, അഗ്രികൾച്ചർ, അല്ലെങ്കിൽ അവിടെ വന്ന മേജർ അഗ്രികൾച്ചർ പോളിസീസ്, ഗ്രീൻ റവല്യൂഷൻ, അങ്ങനെ തുടങ്ങി അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതും അതെങ്ങനെ പോളിസി ഫോർമേഷന് ഉപയോഗിക്കുന്നു എന്നുള്ള ഭാഗം നിങ്ങൾ അറിയണം. ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഭാഗം ഇതുപോലെ തന്നെ അറിയണം. പബ്ലിക് സെക്ടറിൽ നടന്നത്, സ്പെഷ്യൽ എക്കണോമിക് സോൺ, ഇൻഡസ്ട്രിയൽ കോറിഡോർസ്, അതെല്ലാം അറിയേണ്ട കാര്യം വരും. അത് കഴിഞ്ഞ് ഇൻഫ്രാസ്ട്രക്ചർ,
ഇപ്പോൾ വീണ്ടും നിങ്ങൾ ചില മെയിൻസ് എക്സാമുകളിൽ ആ ഭാഗം കണ്ടു കാണും. അവിടെ ഇൻഫ്രാസ്ട്രക്ചർ, എനർജി, റൂറൽ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ, ഇതിൻ്റെ ഇടയിലുള്ള ഡിവൈഡ് എന്താ, ഇതെല്ലാം നിങ്ങൾ ഈ ഒരു ഭാഗത്ത് പഠിക്കും. ദെൻ അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ടത് പോപ്പുലേഷൻ. മുമ്പ് ഞാൻ എക്കണോമി ജോഗ്രഫി, ഹ്യൂമൻ ജോഗ്രഫി എല്ലാം പഠിക്കണം എന്ന് പറഞ്ഞു. ഇതൊക്കെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. ഇവിടെ നിങ്ങൾക്ക് ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് ഇൻ സ്ട്രക്ചർ ഓഫ് പോപ്പുലേഷൻ ഓവർ ടൈം, അതുപോലെ തന്നെ പോപ്പുലേഷൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്റ്റുകൾ നിങ്ങൾ പഠിക്കണം. അൺഎംപ്ലോയ്മെൻറ്റ് പഠിക്കണം, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് പഠിക്കണം, ജെൻഡർ ഡിവൈഡ് പഠിക്കണം, ജെൻഡർ ഡെവലപ്മെൻറ്റ് പഠിക്കണം, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് പഠിക്കണം. ആ ഒരു സോഷ്യൽ ആസ്പെക്റ്റ് കൂടെ കടന്നു വരുന്ന അതിൻ്റെ എക്കണോമിക് ആസ്പെക്റ്റുകളൂടെ ഇവിടെ പഠിക്കേണ്ടി വരും. ദെൻ ജനറലി നിങ്ങൾ എല്ലാ എക്സാമുകൾക്കും പഠിക്കുന്ന ഇന്ത്യൻ പബ്ലിക് ഫിനാൻസ്, ബഡ്ജറ്റിങ്, അല്ലെങ്കിൽ ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസി, അതെല്ലാം ഇവിടെ നിങ്ങൾ പഠിക്കും, ഇൻക്ലൂഡിങ് GST വരെയുള്ള ഭാഗങ്ങൾ. ദെൻ അടുത്തത് ഇന്ത്യൻ ഫോറിൻ ട്രേഡ്. അത് നിങ്ങൾ എടുത്ത് പല സ്ഥലങ്ങളിലും ഇപ്പോൾ പഠിച്ച് കാണില്ല എക്സാമുകൾക്ക്. പക്ഷേ ഇതൊരു പ്രത്യേക പാർട്ടായിട്ട് തന്നെ, 7ാമത്തെ പാർട്ടായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഫോറിൻ ട്രേഡും അതിൽ വന്ന മാറ്റങ്ങളെല്ലാം പഠിക്കണം, ഇൻക്ലൂഡിങ് BOP ക്രൈസിസ് അല്ലെങ്കിൽ BOPയിൽ വരുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെ. അടുത്തത് കേരള എക്കണോമി ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മെയിൻസ് ഭാഗത്ത് ഒരു കേരള എക്കണോമി കണ്ടു കാണും. അത് തന്നെ ഇവിടെ നിങ്ങൾ സിലബസ് പഠിക്കേണ്ടത്. കേരള എക്കണോമി, അതിൻ്റെ ഓവർവ്യൂ, അവിടുത്തെ പോപ്പുലേഷൻ, അവിടെ വന്ന പ്രധാന മാറ്റങ്ങൾ, അതിൽ IT സെക്ടർ പോലെ അല്ലെങ്കിൽ പ്രവാസി പോലെ അല്ലെങ്കിൽ ഫോറിൻ റെമിറ്റൻസ് പോലെയുള്ള കാര്യങ്ങൾ വന്ന മാറ്റങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് പഠിക്കും. എഗെയിൻ സെക്രട്ടറി അസിസ്റ്റൻറ്റ് മെയിൻ സിലബസിൽ നിങ്ങളിപ്പോൾ കണ്ട വേറൊരു കാര്യം, കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്. അതിൻ്റെ സിലബസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഇതിന് KS സിലബസായിട്ട് സാമ്യതയുണ്ട്. ഇതാണ് ആ സാമ്യത, കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ KS എക്സാമും സെക്രട്ടേറിയറ്റ് ഒരുമിച്ച് വന്നാൽ ചില ഭാഗങ്ങൾ ഒരുമിച്ച് പഠിക്കുക എന്നുള്ളത് മനസ്സിലായല്ലോ. കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് സോഷ്യൽ സെക്ടറിൽ അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടറിലെല്ലാം നമ്മൾ വരുത്തിയ മാറ്റങ്ങൾ, എഡ്യൂക്കേഷൻ സെക്ടർ വരുത്തിയ മാറ്റങ്ങൾ, അത് സസ്റ്റൈനബിൾ ആണോ തുടങ്ങിയ ആ ഒരു ചർച്ച കൂടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഭാഗത്ത് പഠിക്കേണ്ടി വരും. ദെൻ അതിൻ്റെ പാർട്ട് Bയിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കണം. നിങ്ങൾ ഇപ്പോഴത്തെ കമ്പയർ ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ ഡിഗ്രി തല പ്രിലിമിനറി എക്സാമുകളിൽ PSC തരുന്ന ഒരു സയൻസ് ആൻഡ് ടെക്നോളജി സിലബസ് ഉണ്ടല്ലോ, അതിനൊന്ന് വലുതാക്കി എങ്ങനെ ഉണ്ടാവും, അതാണിത്. അവിടെ സയൻസ് ആൻഡ് ടെക്നോളജി, ടെക്നോളജിക്കൽ ഫീൽഡിൽ നമുക്ക് വന്ന മാറ്റം, ഇന്ത്യയിൽ അതിൽ നടക്കുന്ന ഗ്രോത്ത്, അവിടെ തുടങ്ങി ICT പ്രത്യേക, അവിടെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അവിടെ സിലബസിൽ വരുന്നു. ഇവിടെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഒരു സിലബസിൻ്റെ പാർട്ടായിട്ട് എടുക്കുന്നു, ഇൻക്ലൂഡിങ് അവിടെ എല്ലാം കാണുന്ന ഗവൺമെൻറ് സ്കീമുകൾ വരുന്നു, സൂപ്പർ കമ്പ്യൂട്ടിങ് വരുന്നു, പിന്നെ സൈബർ പോളിസി വരുന്നു, അല്ലെങ്കിൽ സൈബർ ക്രൈംസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വരുന്നു, എല്ലാം ഇവിടെ വരും, ഇൻക്ലൂഡിങ് AI. ഓക്കെ. ദെൻ വേറൊന്ന് ഡിഫൻസും സ്പേസിലും നടന്ന പ്രധാന മാറ്റങ്ങൾ. എല്ലാ എക്സാമുകൾക്കും നിങ്ങൾ ഇതിനു മുമ്പും അത് കണ്ടു കാണും. എനർജി എഫിഷ്യൻസി, എനർജി നീഡുകൾ, വേരിയസ് എനർജി ഫോംസ് എല്ലാം സിലബസിൻ്റെ ഭാഗമായിട്ട് വരുന്നു. എൻവയൺമെൻറ്റ്, ഇവിടെ സെക്രട്ടേറിയറ്റ് സിലബസിൽ നിങ്ങൾ പ്രത്യേക ഒരു സിലബസ് ഭാഗമായി കണ്ട എൻവയൺമെൻറ്റൽ സയൻസ് ഇവിടെ സിലബസിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ പഠിച്ചു കഴിയുമ്പോൾ പിന്നെ C ഭാഗത്ത് കറണ്ട് ഇവൻറ്റ്സ്. അപ്പോൾ മെയിൻസ് എക്സാമുകൾക്ക് പൊതുവേ കറണ്ട് അഫെയർ ഒരു സിലബസ് പാർട്ടായിട്ട് വരുന്നു എന്ന് നിങ്ങൾ മുമ്പും കണ്ടിട്ടുണ്ട്. ഇവിടെയും കറണ്ട് ഇവൻറ്റ്സ് സിലബസിൻ്റെ ഭാഗമാണ്. കറണ്ട് അഫെയർ പഠിക്കുക, സിലബസുമായിട്ട് എപ്പോഴും എക്സാമായിട്ട് അല്ലെങ്കിൽ സബ്ജക്റ്റായിട്ട് ഓറിയൻറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുക. DE കാറ്റഗറി ഭാഗത്ത് നിങ്ങൾ കാണുന്നത് ഇംഗ്ലീഷും മലയാളവും. ഞാൻ പറഞ്ഞു 30, 20, 50 മാർക്കോളം അത് വരും. ഓക്കെ. അപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾ പഠിക്കുന്ന പോലെ വൊക്കാബും പഠിക്കണം, ഗ്രാമറും പഠിക്കണം, ഫുൾ സിലബസ് പാർട്ട്. മലയാളം വൊക്കാബും പഠിക്കണം, ഗ്രാമറും പഠിക്കണം. എന്താണോ ഡിഗ്രി തല എക്സാമുകൾക്ക് മുമ്പ് നിങ്ങൾ പഠിക്കുന്നത് അതേ അപ്രോച്ച്. ഓക്കെ. അവിടെ മലയാളം, കന്നഡ, തമിഴെല്ലാം ഓപ്ഷൻസായി വരുന്നുണ്ട്. സ്റ്റിൽ നിങ്ങൾക്ക് അറിയാലോ. ദെൻ ആ ഒരു 200 മാർക്ക് കഴിഞ്ഞാൽ മെയിൻസിലോട്ടുന്ന സമയത്ത് മെയിൻ സിലബസ് 3 പേപ്പറുകളായിട്ടാണെന്നും 3നും 100 മാർക്ക് വെച്ചിട്ടാണ് പരീക്ഷ നടന്നതെന്നും ഓരോ പേപ്പറിനും 2 മണിക്കൂർ വെച്ചാണെന്നും നമ്മൾ പറഞ്ഞു. അവിടെ ഓരോന്നിലും എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. GS അല്ലെങ്കിൽ പേപ്പർ 1-ലുള്ളത് GS ജനറൽ സ്റ്റഡീസ് തന്നെയാണ്. പേപ്പർ 1-ൻ്റെ അകത്ത് ഹിസ്റ്ററി ഞാൻ എടുത്ത് പറയുന്നില്ല. അവിടെ നമ്മൾ പറഞ്ഞു പ്രിലിമിനറി കണ്ട അതേ സിലബസ് തന്നെയാണ് മെയിൻസിനും. അപ്പോൾ പേപ്പർ 1-ൻ്റെ അകത്ത് എന്താ ഉള്ളത്? ആൻഷ്യൻ മിഡീവൽ, മോഡേൺ ഇന്ത്യ, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോളിഡേഷൻ, കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, രണ്ടും 18th സെഞ്ച്വറി മുതൽ. ഓക്കെ. ഇതാണ് ഹിസ്റ്ററിയുടെ ഭാഗം. ദെൻ ഇൻക്ലൂഡിങ് കൾച്ചറൽ ഹെറിറ്റേജ്. ഞാൻ പറഞ്ഞു അവിടെ പഠിക്കുമ്പോൾ മെയിൻസ് ആസ്പെക്റ്റിൽ പഠിക്കുക. കാരണം കേരള ഹെറിറ്റേജിൽ വന്ന അല്ലെങ്കിൽ ഇപ്പോൾ ട്രൈബൽ കൾച്ചറിൽ വന്ന, ട്രൈബൽ ആർട്ട് ഫോമിൽ വന്ന മാറ്റം എങ്ങനെയാണ്, ഇങ്ങനെയെല്ലാം മെയിൻസ് ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതാനുള്ള ഒരു ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് പ്രിലിമിനറി എക്സാം പഠിക്കുന്ന സമയത്തും അതിന് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കി കാണുക, അങ്ങനെ പഠിക്കുക. അങ്ങനെയെങ്കിൽ മെയിൻസ് പഠനം നിങ്ങൾക്ക് എളുപ്പമാവും. കാരണം പ്രിലിംസിനും മെയിൻസിന് സെപ്പറേറ്റ് സിലബസ് ആയിരുന്നില്ല. ഹോപ്പ് ഇത്തവണ അത് മാറ്റില്ല എന്ന്. ചിലപ്പോൾ ചില അഡീഷൻസിന് സാധ്യതയുണ്ട്. ലൈക്ക് എത്തിക്സ് പോലെയുള്ള സിലബസ് വന്നാൽ നമുക്ക് അപ്പോൾ ഡീൽ ചെയ്യാം. പക്ഷെ ഇപ്പോൾ മനസ്സിലാക്കുക, കുറേയൊക്കെ പ്രിലിമിനറി സിലബസുകൾ മെയിൻ സിലബസ് ആയിട്ട് തന്നെ നിൽക്കും, അത് സിലബസ് മാറിയാലും. ഓക്കെ. ദെൻ പേപ്പർ 2-ൻ്റെ അകത്തുള്ളത് അവിടെ നമ്മൾ കണ്ട കോൺസ്റ്റിറ്റ്യൂഷൻ, IR, പബാർട്ട്, സോഷ്യൽ ജസ്റ്റിസ്, ഇത്രയും ഭാഗങ്ങൾ.
അതുപോലെ തന്നെ ബി ഭാഗത്ത് സയൻസ് ആൻഡ് ടെക്നോളജി കണ്ട സയൻസ് ആൻഡ് ടെക്നോളജി, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, ICT, എനർജി, അതുപോലെ തന്നെ എൻവയൺമെൻറ്റ് തുടങ്ങിയ ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ മെയിൻസിൻ്റെ ഭാഗത്തും സിലബസ് ആയിട്ട് കാണാം. പ്ലസ് കറണ്ട് ഇഷ്യൂസ് ഓഫ് ഗിവൺ ടോപ്പിക്സും കാണാം. ദെൻ പേപ്പർ 3യുടെ അകത്ത് വരുന്ന എക്കണോമി ആൻഡ് പ്ലാനിങ്, ഇതും 100 മാർക്കിനാണ്. അവിടെ പേപ്പർ എൻ്റെ അകത്ത് എക്കണോമി ആൻഡ് പ്ലാനിങ്ങിൻ്റെ അകത്ത് അവിടെ നമ്മൾ ഇന്ത്യൻ എക്കണോമിയിൽ കണ്ട ഭാഗങ്ങൾ, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ പോളിസി, ഇന്ത്യൻ എക്കണോമിയിൽ വന്ന ഇൻഫ്രാസ്ട്രക്ചർ ചേഞ്ചസ്, അതുപോലെ തന്നെ പോപ്പുലേഷൻ അഥവാ ഹ്യൂമൻ ജോഗ്രഫിയുടെ ഭാഗങ്ങൾ, പബ്ലിക് ഫിനാൻസ്, ദെൻ ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ്, കേരള എക്കണോമി, കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്, ഇതാണ് എ ഭാഗത്തുള്ള. ബി ഭാഗത്ത് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത ജോഗ്രഫിയുടെ ഭാഗങ്ങൾ ഇൻക്ലൂഡിങ് സോഷ്യൽ ജോഗ്രഫി പോലെയുള്ള കാര്യങ്ങൾ സിലബസിൻ്റെ അകത്തുണ്ട് എന്നറിയുക. ആൻഡ് എക്കണോമി, പ്ലാനിങ്, ജോഗ്രഫി ഇതുമായിട്ട് ബന്ധപ്പെട്ട കറൻറ്റ് മാറ്റങ്ങളും പേപ്പർ 3യുടെ അകത്ത് ആണ് വരുന്നത്. അതായത് ഒരുമിച്ച് ഞാൻ പറഞ്ഞു മുമ്പ് എക്കണോമി ജോഗ്രഫിയും പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഒരുമിച്ച് പഠിക്കാവുന്ന കുറേ ഭാഗങ്ങൾ ഇതിലതുകൊണ്ട് ഒരുമിച്ച് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് അതിവിടെ അപ്ലൈ ചെയ്തുകൊണ്ട് പഠിക്കുക. അങ്ങനെ വന്നാൽ ആ 300 മാർക്കിൽ മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പഠിക്കും. അപ്പോൾ ഹോപ്പ് പ്രിലിമിനറിയും മെയിൻസിൻ്റെയും സിലബസ് ഒന്നാണ് എന്നും കഴിഞ്ഞ പരീക്ഷ നടന്നപ്പോൾ ഇനി മാറുന്ന സമയത്തും ഇതിൽ നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് പഠിച്ച് തുടങ്ങാവുന്ന കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്നും ഈ ഒരു പരീക്ഷാ പഠനത്തെ കേസ് വന്നു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടി ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെക്രട്ടേറിയറ്റ് മെയിൻസുമായിട്ട് ചേർന്ന് പഠിക്കാവുന്ന ഭാഗങ്ങളുണ്ട് എന്നും മാത്സ്, മലയാളം പോലെയുള്ള കാര്യങ്ങൾ, ഇംഗ്ലീഷ് പോലെയുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് കേസിന് കൂടെ ഉപകാരപ്പെടും എന്നുള്ളതും, അങ്ങനെ ഒരു UPSCക്കാർക്ക് എടുത്തു കൊണ്ടുപോകാവുന്ന ഒരു സിലബസ് അല്ല ഇവിടെ ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ UPSCക്കാർ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. UPSC അല്ലാത്ത ക്രൗഡ് മനസ്സിലാക്കുക, നിങ്ങൾക്കും അച്ചീവബിളായ സിലബസ് മാത്രമേ PSC ഒരു എക്സാം നടത്തുന്ന സമയത്ത് ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്കൊരു പാർട്ടൂടെ നോക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ലൈഡ് കൂടെ നിങ്ങൾ കാണണം, എങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആവും. അപ്പോൾ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും സിലബസ് ഡിസ്കസ് ചെയ്ത സ്ഥിതിക്ക്, അല്ലെങ്കിൽ അത് നിങ്ങൾക്കൊരു മിനിമം ധാരണ കിട്ടിയ സ്ഥിതിക്ക് കഴിഞ്ഞ എക്സാമിനേഷനിൽ സത്യത്തിൽ എന്താണ് നടന്നത്, അതിൻ്റെ കട്ട് ഓഫ് എന്തായിരുന്നു, ഞാൻ ഏത് മാർക്ക് വരെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തവണ അങ്ങോട്ട് എത്താൻ കഴിയും എന്നെല്ലാം നമുക്കൊന്ന് അറിയണ്ടേ. നമുക്ക് അതിലോട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പോകാം. അഥവാ കട്ട് ഓഫ് സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയാൽ പ്രിലിമിനറി, മെയിൻസ്, പിന്നെ റാങ്ക് ലിസ്റ്റിലോട്ട് എത്തുന്നു, അഡ്വൈസ് പോകുന്നു. എല്ലാ ഡീറ്റെയിലും ഈ ഒരു സിംഗിൾ ഷീറ്റിലോട്ട് നമ്മൾ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രിലിമിനറി എക്സാമിൽ സ്ട്രീം 1-ൽ 77 മാർക്കായിരുന്നു കട്ട് ഓഫ് എന്നുള്ളത്. നിങ്ങൾക്കറിയാം 200 മാർക്കിനായിരുന്നു അല്ലേ എക്സാം എന്നുള്ളത്, അതിൽ 77 മാർക്കായിരുന്നു. സോ ഇന്നത്തെ ഡിഗ്രി തല പരീക്ഷകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ 100 മാർക്കിൻ്റെ എക്സാമിനേഷനിൽ 50ഉം 55ഒക്കെ പ്രിലിമിനറി എക്സാം കട്ട് ഓഫ്. പക്ഷെ അന്ന് ഇങ്ങനൊരു എക്സാം, ഈ ഒരു മോഡൽ ഓഫ് എക്സാം ആദ്യമായിട്ട് കണ്ട PSC ക്രൗഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയൊരു എക്സാം നടക്കുന്ന സമയത്ത് ഇത് 77ആയിട്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. എത്ര ആയിരിക്കും ഏകദേശം എന്നുള്ളത് അറിയണമെങ്കിൽ ഈ LSCSൻ്റെ കട്ട് ഓഫ് വരുന്ന സമയത്ത് ഒരു ചെറിയ ധാരണ നമുക്ക് കിട്ടും. ഉറപ്പാണ് ഒരു എക്സാം വലിയ ടഫൊന്നും ആയിട്ടില്ലെങ്കിൽ 90ലോട്ടും ഒരു 110ൻ്റെ ഇടയിലോട്ടൊക്കെ കട്ട് ഓഫ് കയറി പോകും സ്വാഭാവികമായിട്ടും. ആ രീതിയിൽ ഇപ്പോൾ ക്രൗഡ് അപ്ഡേറ്റഡ് ആയി കഴിഞ്ഞു. ടഫായി കഴിഞ്ഞാൽ കളി മാറും, പക്ഷേ അതായിരിക്കും നിങ്ങൾ എയിം ചെയ്യേണ്ട ഒരു മാർക്ക് എന്ന് ഞാനിപ്പോൾ പറയാം. ആൻഡ് സ്ട്രീം 2-ൽ കട്ട് ഓഫ് എന്നുള്ളത് 60 സ്ട്രീം 3-ൽ 50 മാർക്കായിരുന്നു. സോ ഇപ്പോൾ സ്ട്രീം 2കാരും സ്ട്രീം 3കാരും ശ്രദ്ധിക്കുക, ഇവിടെ ഡിഗ്രി തല ക്രൗഡുകൾക്ക് വന്ന അപ്ഡേഷൻ നിങ്ങളുടെ കൂട്ടത്തിലുമുള്ള ആൾക്കാർക്ക് വന്നിട്ടുണ്ടാവും. കാരണം KS ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഒരു വലിയ ക്രൗഡ്, ഇപ്പോൾ KS മെൻറ്ററിൽ തന്നെ ഇത്ര കാലം പഠിച്ച ഒരുപാട് കുട്ടികളുണ്ട്. ആൻഡ് അതിന് പുറത്തോട്ട് ബാക്കി PSC എക്സാമുകൾ എഴുതുന്ന പ്രൊഫഷൻ ഡിക്ലെയർ ചെയ്ത ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പം നിങ്ങളും ഇപ്പോൾ കാണുന്ന കട്ട് ഓഫിൽ നിന്ന് ഒരു മിനിമം 28-30 മാർക്ക് കയറ്റി പഠിക്കാനുള്ള പഠനം ആരംഭിക്കണം. അതിന് നേരത്തെയുള്ള പഠനം എന്നുള്ളത് മാത്രമാണ് സൊല്യൂഷൻ. ആൻഡ് സ്മാർട്ട് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, അത് ചെയ്യാതിരിക്കരുത്, വലിയൊരു നഷ്ടമാവും. ഓക്കെ, ദെൻ മെയിൻസ് എക്സാമിനേഷൻ്റെ കട്ട് ഓഫ്. മെയിൻസ് നമ്മൾ കണ്ടു 3 പേപ്പറുകളായി 100, 100, 100 3 പേപ്പറുകളായി നടന്ന എക്സാമിൽ കട്ട് ഓഫ് എന്നുള്ളത് സ്ട്രീം 1-ൽ 138ഉം സ്ട്രീം 2-ൽ 113ഉം സ്ട്രീം 3-ൽ 90 മാർക്കുമായിരുന്നു. അപ്പോൾ ഒരു ആനുപാതികമായുള്ള കുറവ് സ്ട്രീം 1-ൽ നിന്ന് സ്ട്രീം 3-ലോട്ട് പോകുമ്പോൾ കാണാം. കാരണം സ്ട്രീം 1-ലുള്ള പിള്ളേർ കണ്ടിന്യൂസ് ആയിട്ട് ഇൻ പ്രിപ്പറേഷനുള്ള ആൾക്കാരാണ്, UPSC ക്രൗഡ് ഉണ്ട് അല്ലേ. പക്ഷേ സ്ട്രീം 3-ലോട്ട് പോകുമ്പോൾ റിലേറ്റീവ് അഡ്വാൻറ്റേജ് അവിടെ ഇരിക്കുന്ന ആൾക്കാർക്കുണ്ട്. പക്ഷേ നിങ്ങൾ മുമ്പ് പഠിച്ചിരുന്ന, അല്ലെങ്കിൽ മുമ്പ് നിങ്ങൾക്ക് ടച്ച് വിട്ടു പോയ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഒരു പ്രിപ്പറേഷനിലോട്ട് എൻ്റർ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഉപദേശം എന്ന് പറയുന്നത് ഈ സമയത്ത്. ദെൻ റാങ്ക് ലിസ്റ്റ് കാര്യം 2 രീതി കാണണം. ഒന്ന് ഞാൻ എവിടെ ഇട്ടിരിക്കുന്നത്, ഒന്നാമത്തെ റാങ്ക് കിട്ടിയ ആൾക്ക് എത്രയായിരുന്നു മാർക്ക്, അതായത് ഇതിൻ്റെ കൂട്ടത്തിൽ എന്തുകൂടെ വരും, 300 മാർക്കിൻ്റെ മെയിൻസ് എക്സാമിനേഷൻ്റെ കൂട്ടത്തിൽ ഒരു 50 മാർക്കിൻ്റെ ഇൻ്റർവ്യൂ സ്റ്റേജ്. 50 മാർക്ക് ഇൻ്റർവ്യൂ സ്റ്റേജ് നിങ്ങൾ ആ കഴിഞ്ഞ തവണത്തെ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു
30-40 അല്ലെങ്കിൽ ഒരു 30-35 മാർക്കിൻ്റെ ഉള്ളിൽ അതിങ്ങനെ കടന്നിരിക്കുവാണ്. അപ്പോൾ അവിടെ ഒരു വലിയ മാറ്റമൊന്നുമില്ല. പക്ഷെ അവിടുത്തെ ഓരോ മാർക്കുകളും ഏതൊരു ഇൻ്റർവ്യൂ സ്റ്റേജ് പോലെയും വലിയ മാറ്റം ഉണ്ടാക്കും എന്നുള്ളതും കൂടെ അറിയാം. പക്ഷെ നിങ്ങൾക്ക് കിട്ടാവുന്ന മാർക്ക് ഇതിൻ്റെ ഇടയിലായിരിക്കും. അതിലൊരു വലിയ മാറ്റമൊന്നും സംഭവിക്കില്ല. ആ 50 മാർക്ക് കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ റാങ്ക് കിട്ടിയ സ്ട്രീം 1 ആൾക്ക് കിട്ടിയ മാർക്ക് 198.250 ആയിരുന്നെങ്കിൽ മെയിൻ ലിസ്റ്റിൽ അവസാനം ഉണ്ടായിരുന്ന ആൾക്ക്, സപ്ലിമെൻ്ററി ലിസ്റ്റ് അല്ല ഞാൻ പറയുന്നത്, മെയിൻ ലിസ്റ്റിൽ അവസാനം ഉണ്ടായിരുന്ന ആൾക്ക് 168.5 മാർക്കായിരുന്നു. അപ്പോൾ ഇതായിരുന്നു കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ്. ഇവിടെയും ആനുപാതികമായുള്ള ഇൻക്രീസ് ഇത്തവണ ഉണ്ടാവും. കൂടുതൽ ആൾക്കാർ മെയിൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എഴുത്ത് പരീക്ഷ മുമ്പ് PSC ക്രൗഡിന് ശീലമല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ KS മെൻറ്റർ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ബാച്ചിലെ കുട്ടികൾക്ക് മെൻറ്റർഷിപ്പ് പോലെയുള്ള പ്രോഗ്രാം വഴി കൂടുതൽ എഴുത്ത് പരീക്ഷ എങ്ങനെ ഈ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിന് അറ്റംപ്റ്റ് ചെയ്യണം എന്ന് കൂടെ പറയുന്നുണ്ട്. സോ കോമ്പറ്റീഷൻ കൂടുന്നുണ്ട്, നിങ്ങളും അതിനനുസരിച്ച് അപ്ഡേറ്റ് ആവുക. സ്ട്രീം 2-ൽ 180.750 ആയിരുന്നു ഒന്നാം റാങ്കുകാരന് കിട്ടിയ മാർക്കെങ്കിൽ അവസാനത്തെ മെയിൻ ലിസ്റ്റിൽപ്പെട്ട ആൾക്ക് കിട്ടിയത് 141 മാർക്കായിരുന്നു. സ്ട്രീം 3-ൽ ഇത് 151ഉം 115.50 ആയിരുന്നു. ഇവിടെയും നിങ്ങൾക്ക് ആ ഒരു ഡിക്രീസ് കാണാം സ്ട്രീം 3-ലോട്ട് പോകുമ്പോൾ. ആൻഡ് അഡ്വൈസ് പോയത് 37 പേർക്ക് സ്ട്രീം 1-ൽ പോയെങ്കിൽ 35 പേർക്കാണ് സ്ട്രീം 2-ൽ അഡ്വൈസ് പോയത്, 36 പേർക്കാണ് സ്ട്രീം 3-ൽ അഡ്വൈസ് പോയത്. ഏകദേശം ഒരുപോലെ കാണാം. അവസാനം 105 പേരോളം സർവീസിലോട്ട് എത്തി. അതിൽ ഒരാൾ UPSCയിലോട്ട് പോയും 104 പേര് സർവീസ് അല്ലെങ്കിൽ KS സർവീസിലോട്ട്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലോട്ട് കയറിയത്. അതിൻ്റെ സെറിമണി എല്ലാം നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അടുത്ത അങ്ങനെ ഒരു സെറിമണി നടക്കുന്ന സമയത്ത് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും അതിലൊരാളാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എത്രയും പെട്ടെന്ന് ആ ഒരു കനത്ത പ്രിപ്പറേഷനിലോട്ട് കടക്കുക എന്നുള്ളതാണ്. നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ള ഒരു പ്രതീക്ഷ, അതാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതൊരു വലിയ രീതിയിലുള്ള പ്രതീക്ഷ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. അത് തന്നെയാണ് നമുക്കും പറയാനുള്ള. നോട്ടിഫിക്കേഷൻ വരട്ടെ. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളൊരു എഡ്ജിലോട്ട് എത്തിക്കൊണ്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ KS മെൻറ്ററിൻ്റെ KS ബാച്ചുകൾ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നത് പരിഗണിക്കാം. ഇനി കൂടുതൽ എക്സാമിനെ കുറിച്ചുള്ള ധാരണകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഈ നാളെ ഞായറാഴ്ച നമ്മളൊരു വെബിനാർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് പങ്കെടുക്കാം. ഇനി അതിൽ പങ്കെടുക്കാൻ പറ്റാത്തവർ അതിൻ്റെ റെക്കോർഡർ കിട്ടാനെങ്കിലും ശ്രമിക്കുക. അപ്പോൾ അതുകൂടെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനൊരു ക്ലിയർ പിക്ചർ കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. KS മെൻറ്റർ KSൻ്റേതായ അല്ലെങ്കിൽ അതിനെ മുൻനിർത്തിക്കൊണ്ടുള്ള കുറേ വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടെലിഗ്രാം ചാനലായ KS മെൻറ്റർ ചാനൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൂടെ വിസിറ്റ് ചെയ്യുന്നത് കൂടെ പരിഗണിക്കാം. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് വീണ്ടും കാണാം.